ആഹത ധ്വനികളിൽ മനസ്സലിഞ്ഞു ചേർന്നാൽ നപുന സംസാരബന്ധായ, പിന്നെ അങ്ങനെയുള്ള ആൾക്ക് ഈ സംസാരബന്ധത്തിൽ തിരിച്ചു വരേണ്ടി വരില്ല. അതെന്തുകൊണ്ട്? ഈ നാദത്തോടുകൂടി തന്നെ നാദമണ്ഡലത്തിൽ ബോധരൂപമായ തേജോമയമായ സത്യത്തിന്റെ പല രൂപങ്ങളും പ്രത്യക്ഷപ്പെടും. മാറി മാറി തേജോമയങ്ങളായ കൂടുതൽ കൂടുതൽ പ്രകാശം പരത്തുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. അതെന്തൊക്കെയാണ്? തനൂനഭ തടിത്താര താരേശ തപനോപമം. ആദ്യം ഒരു അഗ്നിനാളം പോലെ, ചൂടില്ലാത്ത ശീതളമായ അഗ്നിനാളം പോലെ പ്രത്യക്ഷപ്പെടും. മിന്നൽ പിണറുകൾ പ്രത്യക്ഷപ്പെടും. ധ്യാനിച്ചിരിക്കുമ്പോൾ പലർക്കും ഈ നെറ്റിത്തടങ്ങളിലും ഉള്ളിലുമൊക്കെ മിന്നൽ പിണറുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു പറയുന്നത് കേട്ടൊക്കെ കാണാം. ഒന്നും പേടിക്കാനില്ല. ഇതൊക്കെ ഈ ഭഗവാൻ ആചാര്യസ്വാമികൾ തന്നെ പറയുന്നത്, ഞാനുണ്ട് നിന്റെ കൂടെ, നീ മുമ്പോട്ട് പൊയ്ക്കോ, പക്ഷെ ഇതിലൊന്നും കയറി ഒട്ടിപ്പിടിക്കരുത്. ഞാൻ നേടിക്കളഞ്ഞു. ഒന്ന് രണ്ട് മിന്നൽ പിണറുകൾ കണ്ടപ്പോ ഞാൻ സത്യമൊക്കെ കണ്ടിരിക്കുന്നു, ഇനി അതിനെ ആശ്രയിച്ച് ചില സിദ്ധികളൊക്കെ നേടിക്കളയാൻ പോയി, കിട്ടിയതും പോവും, താഴോട്ട് പോരാനും ഇടവരും. പൂർണ്ണമായ സത്യം അനുഭവപ്പെടുന്നതുവരെ നിന്നു പോകരുത്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ മടിക്കാതെ മുമ്പോട്ട് പൊക്കോളൂ. ഇതുപോലെ എന്ത് മംഗളകരമായ ചിഹ്നം കണ്ടാലും മനസ്സിന് നല്ല സുഖം തോന്നുന്നു. അതൊക്കെ ഉള്ളിലിരിക്കുന്ന ഈ ആനന്ദസ്വരൂപമായ സത്യം, ഞാനുണ്ട്, മുമ്പോട്ട് നീങ്ങിക്കോളൂ എന്ന് അനുഗ്രഹിച്ചുണ്ടാക്കുന്ന താൽക്കാലിക അനുഭവങ്ങളാണ്. അതൊന്നും പൂർണ്ണമായ സത്യാനുഭവമല്ല. കാരണം പൂർണ്ണമായ സത്യാനുഭവം നിശ്ചലവും സർവത്ര നിറഞ്ഞു നിൽക്കുന്നതുമായ ആനന്ദസ്വരൂപമായ അഖണ്ഡബോധമാണ്. അവിടെ എത്തുന്നത് വരെ വഴിക്കെങ്ങും നിന്നു പോകാൻ പാടില്ല. അതുവരെ കാണുന്നതൊക്കെ പ്രാണനും മനസ്സും ജഡങ്ങളാണ്. പ്രാണനും മനസ്സും ഇടകലർന്ന് ആ സത്യത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന കാഴ്ചകളാണ്. അങ്ങനെ പല പല രൂപങ്ങൾ, മിന്നൽ പിണറുകൾ, നക്ഷത്രത്തിന്റെ രൂപങ്ങൾ, ചന്ദ്രന്റെ രൂപത്തിൽ, ചുരുക്കത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. എന്താ കൃഷ്ണൻ തന്നെ പറയുന്നില്ലേ ഗീതയിൽ, ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. ആരുടെ ഉള്ളിലാണോ ഭേദചിന്ത പോയി അജ്ഞാനം മാറുന്നത്, അവർക്ക് ഉള്ളിൽ സൂര്യബിംബം പോലെ സത്യം പ്രത്യക്ഷമായി അനുഭവപ്പെടും. അല്ലാതെ ഈ ബ്രഹ്മസത്യം എന്തോ അവ്യക്തമായ ഒരു അനുഭവം, ചിലർ പറയുന്നത് പോലെ എന്തോ മാനസിക വിഭ്രാന്തി, അതൊന്നുമല്ല. ഇതിൽ കവിഞ്ഞനുഭവിക്കാൻ വ്യക്തമായ മറ്റൊരു വസ്തുവില്ല. പഞ്ചദശിയിലും മറ്റും അദ്ദേഹം വിദ്യാരണ്യസ്വാമി വഴി പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ശരീരമുണ്ടെന്ന് എത്ര വ്യക്തമായി അനുഭവിക്കുന്നുവോ അതിന്റെ എത്രയോ ഇരട്ടി വ്യക്തമായി ആത്മതത്വം നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നാണ്. അതുവരെ ആ ശുദ്ധമായ സത്യം അറിയുന്നതുവരെ ഈ രൂപങ്ങളോ നാദങ്ങളോ കണ്ടാൽ അതിൽ ഒട്ടിപ്പിടിക്കരുത്. അത് വരുമ്പോഴും വന്നോട്ടെ പൊക്കോട്ടെ, അത് സാരമില്ല. എനിക്ക് എത്തിച്ചേരേണ്ടത് എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധ സത്യത്തിലാണ്. ഈ കാണുന്നതൊക്കെ അത് തന്നെ, അതിൽ നിന്നും ഭിന്നമായി ഇവിടെ യാതൊന്നുമില്ല എന്നുറപ്പിച്ചുകൊണ്ട് ഇടയ്ക്കെങ്ങും നിന്ന് രമിച്ചു പോകാതെ മുമ്പോട്ട് പോവുക. ഗുരുദേവൻ ഇതൊക്കെ നല്ലവണ്ണം അനുഭവിച്ച ആളാണ്. ഈ രണ്ട് കാര്യവും ഈ പദ്യത്തിൽ പറയുന്നു. ശബ്ദത്തിന്റെയും തേജോമയങ്ങളായ രൂപങ്ങളുടെയും കാര്യങ്ങൾ. എന്താ വേണുനാദവും വീണാനാദവും ഒക്കെ അപ്പോൾ എത്ര ഭംഗിയായി അദ്ദേഹം അത് അനുഭവിച്ചു എന്ന് നോക്കണം. അധിക വിശാല മരുപ്രദേശം, വളരെ വിശാലമായ ഒരു മരുഭൂമിയിൽ നദി പെരുകുന്നതുപോലെ, ഇതിലപ്പുറം വ്യക്തമായി ഇനി വേണോ? ഒരു മരുഭൂമിയിൽ നദി വന്നിങ്ങനെ നിറയുകയാണ്. അതുപോലെ നദി പെരുകുന്നതുപോലെ നാദം
നേരത്തെ പറഞ്ഞ പല തരത്തിലുള്ള നാദങ്ങൾ. നാദം ചെവികളിൽ വീണ് വ്യക്തമായിട്ട് കേൾക്കാറാവും. നാദം അങ്ങനെ ചെവികളിൽ വീഴുന്നതോടുകൂടി തുറക്കും അക്ഷി, ബോധം വ്യക്തമായി തെളിയും. പൂർണ്ണമായിട്ടല്ല, ഈ നാദത്തിനുള്ളിൽ തന്നെ ആ ബോധത്തിന്റെ രൂപങ്ങൾ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലുള്ള ചെറുതും വലുതുമായ തേജോരൂപങ്ങൾ നാദത്തിനുള്ളിൽ തന്നെ തെളിയാൻ ഇടയാകും. അതാണ് തുറക്കും അക്ഷി, കണ്ണ് തുറക്കും. നാദം ചെവികളിൽ വീഴും, ചെവികൾക്ക് ആ നാദം ഭംഗിയായി കേൾക്കാറാവും. അതോടൊപ്പം തുറക്കും അക്ഷി, കണ്ണ് തുറക്കും. കണ്ണെന്ന് വെച്ചാൽ ബോധം, ബോധത്തിന്റെ വ്യക്തമായ ഉദയം ഉണ്ടാകും. തുറക്കും അക്ഷിയെന്നും അതുകൊണ്ട് എന്തു വേണം? യതവിയലും യതിവര്യനായിടേണം. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിവുള്ള ഒരു സത്യാന്വേഷിയായി മാറണം. അല്ല വെറുതെ ഞാൻ ഈശ്വരനെ ഭജിക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാവുകയില്ല. എന്നും യതമിയലും യതിവര്യൻ. യതം മനസ്സിന് ഏകാഗ്രത. ഏകാഗ്രത എങ്ങനെയാ സാധിക്കുക? ഏകാഗ്രത വേണമോ? നിരന്തരം മനസ്സിന് ഒരിടത്ത് നിൽക്കാനുള്ള കഴിവ് വേണം. കുറച്ചു നേരം പറ്റില്ല. പലരും അരമണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ ധ്യാനിച്ച് നമുക്ക് നേടിക്കളയാൻ ഒരിക്കലും സാധ്യമല്ല. 23 മണിക്കൂറും ഭേദചിന്തയിലും രാഗദ്വേഷത്തിലും പെട്ടുഴലുന്ന മനസ്സ് 24ാമത്തെ മണിക്കൂർ ധ്യാനിക്കാനിരുന്നാൽ ഗുരുവായൂരപ്പനെ ധ്യാനിക്കുകയാണ്. ഗുരുവായൂരപ്പന അവിടെയൊന്നും വരില്ല. അവിടെ ആ 23 മണിക്കൂറും അഭ്യസിച്ച ഭേദചിന്തകളും രാഗദ്വേഷങ്ങളും ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ തന്നെ കടന്നു വരും. ഗുരുവായൂരപ്പൻ അവിടെയൊന്നും വരില്ല. അപ്പോ ഗുരുവായൂരപ്പനെ ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് വ്യവഹാര വേളകളിലും അടുക്കളയിലായാലും യുദ്ധരംഗത്തായാലും ഗുരുവായൂരപ്പനെ തന്നെ ഏറെക്കുറെ മനസ്സിൽ ഏകാഗ്രമായി ധ്യാനിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. അതല്ലേ ഗുരുവായൂരപ്പൻ പറയുന്നത്, സർവേഷു കാലേഷു മാം അനുസ്മര. വ്യക്തമല്ലേ? ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ? അല്ല ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞ, നീ അരമണിക്കൂർ എന്നെ ധ്യാനിക്കുക, പിന്നെ നിന്റെ ഇഷ്ടം പോലെ നടക്കുക എന്നാണോ പറഞ്ഞിരിക്കുന്നത്? സർവേഷു കാലേഷു മാം അനുസ്മര. അർജുന, നീ യുദ്ധത്തിൽ ഭീഷ്മരുടെ മാറത്ത് അമ്പയക്കുമ്പോൾ പോലും എന്നെ കൂടെ ഓർമ്മിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഭീഷ്മരും അമ്പും നീയും ഒക്കെ ഞാൻ തന്നെ, വാസുദേവ സർവം എന്ന് ഓർമ്മിച്ചുകൊണ്ട് അമ്പയച്ചോളൂ. അതൊക്കെ ഒരു നാടകം. അമ്പയപ്പും കൊല്ലലും ജനിക്കലും ഒക്കെ വെറും ഒരു നാടകം. അവിടെയൊക്കെ നീ എന്നെ തന്നെ ഓർമ്മിച്ചോളൂ, ഞാനേ ഉള്ളൂ. അങ്ങനെ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധേച്ച. നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ. നിനക്കിപ്പോ യുദ്ധമാണ് സ്വധർമ്മം. ആർക്കെന്ത് സ്വധർമ്മമാണോ അതും അനുഷ്ഠിക്കൂ. അങ്ങനെ യതവിയലും യതിവര്യനായിടേണം എന്നാണ് ഗുരുദേവൻ ആവശ്യപ്പെടുന്നത്. മനസ്സ് ഏകാഗ്രമായി നിലനിർത്താൻ കഴിയുന്ന ഒരു സത്യാന്വേഷി, യതിവര്യൻ, ഒരു സത്യാന്വേഷി ആയിത്തീരണം. അതിനെന്ത് വേണം? സദാ ഈശ്വരസ്മരണയോടുകൂടി എല്ലാം ഈശ്വരസ്വരൂപമാണ് എന്നുറപ്പിച്ചെങ്കിലേ സാധ്യമാവൂ. ഈശ്വരനെ വിട്ട് മറ്റെന്തെങ്കിലും അധിക സമയം മനസ്സ് ചിന്തിച്ചു പോയാൽ ധ്യാനിക്കാനിരുന്നാലും ആ ഈശ്വരനെ വിട്ട് ചിന്തിച്ച കാര്യമേ ഉള്ളിൽ വരൂ. ഇത് മനസ്സിന്റെ ഒരു ഏർപ്പാടാണ്. അധിക സമയം മനസ്സെന്തിൽ പറ്റി നിൽക്കുമോ അത് മാത്രമേ ഏകാന്തത്തിൽ ധ്യാനത്തിനിരുന്നാലും വരൂ. അതാണ് ചിലര് ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങാൻ കിടക്കല്ലേ, ഇനിയിപ്പോ ശത്രുവിനെയും പണത്തിനെയും ഒക്കെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ എന്നുള്ളതല്ല. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ എന്തൊക്കെ ചിന്തിച്ചു അത് വിടില്ല നിങ്ങളെ. അത് അങ്ങനെ ഉറക്കം തരില്ല. ഉറങ്ങിയാൽ പോലും അത് അങ്ങനെ സ്വപ്നത്തിൽ പല രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കാനിടയാവും. അതുകൊണ്ട് ഇഷ്ടദേവതാരൂപമായാലും ശരി,
പരമസത്യമായാലും ശരി അതേ ഉള്ളൂ എന്നുറപ്പിച്ച് എവിടെയും ആ സത്യത്തെ കൂടെ ഓർമ്മിച്ച് ആ സത്യം തന്നെയാണ് ഏകത്തായി കാണുന്നത് എന്ന് മനസ്സിനെ പഠിപ്പിച്ച് രാപകൽ ഏകാഗ്രത ശീലിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് അരമണിക്കൂർ ഏകാന്ത ധ്യാനത്തിലിരുന്നാലും ആ ജഗദീശ്വര രൂപം അങ്ങനെ തെളിഞ്ഞു വിളങ്ങാൻ ഇടവരും. അങ്ങനെയാണ് ചിലർ ഭഗവാനെ പ്രത്യക്ഷമാക്കുന്നത്. ഗുരുവായൂരപ്പനെ സദാ ധ്യാനിച്ച് ഒടുവിൽ ഏകാന്ത ധ്യാനത്തിൽ നിന്നാൽ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷമായി വരും. പ്രത്യക്ഷമായി ശത്രുവിനാണ് ധ്യാനിച്ച് ഉറങ്ങാൻ കിടന്നാൽ ശത്രു സ്വപ്നരൂപത്തിൽ പ്രത്യക്ഷമായി വരും. കാരണം ഇതൊക്കെ മനസ്സിന്റെ അദ്ഭുത പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് രാപകൽ ഈ സത്യം ഓർമ്മിച്ച് സകലതും ഈശ്വരമയമാണെന്ന് മനസ്സിനെ പഠിപ്പിച്ച് യഥനിയലും യതിവര്യനായിടേണം. അധിക വിശാല മരുപ്രദേശം ഒന്നായി നദി നിറയുന്നതുപോലെ വന്നു നാദം ചെവികളിൽ വീണ്. നാദം എന്ന് പറഞ്ഞാൽ അനാഹതധ്വനി, പലതരത്തിലുള്ള അനാഹതധ്വനി. അതൊരു നാദമണ്ഡലമാണ്. നമ്മുടെ ഹൃദയം തന്നെ ഒരു നാദമണ്ഡലമായി മാറുന്നു. ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പൊടി കലർന്നാറിടുന്നു ജനനയെ നാദഭൂമിയിലമർന്ന് എന്നാശയം. ഗുരുദേവന്റെ ജനനീനവരത്നമഞ്ജരി എന്ന കൃതി നോക്കുക. ആദ്യത്തെ പദ്യം ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്നാശു. എത്ര മനോഹരമായ പദ്യം. തന്മതിമറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം. എന്റെ ഹൃദയം ഗതി വെറും നാദഭൂമിയിലമർന്ന് സത്യം കാട്ടിത്തരുന്ന ആ നാദഭൂമിയിൽ ഉള്ളിൽ തെളിയുന്ന ഈ നാദമണ്ഡലത്തിൽ അമർന്ന് ചിന്നാഭിയിൽ ത്രിപുടി എന്നാണ് അറുമ്പടി. ആ ബോധകേന്ദ്രത്തിൽ അങ്ങനെ പല രൂപങ്ങളിൽ ബോധം പ്രകടമാവുമല്ലോ. ആ ബോധകേന്ദ്രത്തിൽ ത്രിപുടി എന്നാണ് അറുമ്പടി. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ. ത്രിപുടി ജ്ഞാനം, ജ്ഞേയം, ജ്ഞാതാവ് എന്ന ഈ ത്രിപുടി പാടെ ഒഴിഞ്ഞുമാറി ആ ശുദ്ധമായ സത്യം മാത്രമേ ഉള്ളൂ എന്ന് അല്ലയോ ഭഗവൻ എനിക്കെന്ന് അനുഭവിക്കാറാകും. ഇതൊന്നും കേട്ട് അയ്യോ നമുക്ക് പറ്റില്ല അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും ഭഗവത് ചിന്ത മനസ്സിൽ മാറാതെ നിൽക്കുമെങ്കിൽ ഏത് നിമിഷവും നമുക്കിതൊക്കെ അനുഭവിക്കാൻ കഴിയും. ചില ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ മറമാറ്റുന്നതാണ്. അല്ലാതെ നമ്മൾ വളരെ പ്രയത്നിച്ച് മറയൊന്നും മാറ്റണ്ട.